Okay. Hi all. Hi all. This is Anandu. Hi Jimon. നമ്മളിന്ന് വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിംബോളിയുടെ പുതിയ സിനിമ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ ചെറിയ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു റിവ്യൂ പോലെ ട്രെയിലറിൻ്റെ ഒരു റിയാക്ഷൻ പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മളെ 90s കാലഘട്ടത്തിൽ പറയുന്ന ഒരു കഥയാന്ന് തോന്നുന്നു. അവരുടെ ഒരു നൊസ്റ്റാൾജിയ. കാസ്റ്റൊക്കെ പണ്ടത്തെ ഇതൊക്കെ MP3യുടെ സംഭവം കാണിച്ചത്. From the directors of Super Sharanya, തണ്ണീർമത്തൻ മറ്റേ ഗിരീഷേടിയാ, പുള്ളിയുടെ പടങ്ങളാ. അയാംകാത്തല്ലായിരുന്നു അവനുണ്ടല്ലോ. ഇവരുണ്ട്. സുരേഷ് കൃഷ്ണ, മറ്റേ ഇടയ്ക്ക് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ട്രെയിനിൽ കൂടെ പോകുമ്പോ പുള്ളി പോകുന്ന ഫോട്ടോ എടുക്കണം. കൃഷ്ണവിജയ് മ്യൂസിക്. മമത ബൈജു. ആഷ്ലി. ഗിരീഷേടി, കിരൺ ജോഷി. ഒരു പ്രേമത്തിന് ചെറിയ വൈബൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവളെ ഷാമിയല്ല പറ്റുന്നുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് 21 August 2026. ഓക്കെ, സെറ്റ്. ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ സേഫ് സോണിൽ തന്നെ പുള്ളി നിൽക്കുന്നത്. കാരണം നിംബോളിക്ക് സേഫ് സോൺ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഈ ടെംപ്ലേറ്റിലുള്ള സിനിമകൾ. ഫാമിലി ഓറിയന്റഡ് അതാണ് പുള്ളിയുടെ സേഫ് സോൺ. അപ്പം കൊടുത്താൻ സാധ്യതയുണ്ട്. നമ്മള് മറ്റേ ഈ സിനിമ പ്രേമലോ പുള്ളിയുടെ ഡിസംബറിൽ സർമ്മമായ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു നല്ല എല്ലാവർക്കും കത്തിയ പടം. സമയത്ത് 21-ാം തീയതി തന്നെ. അപ്പം ഏതായാലും നല്ല വെക്കേഷൻ, ഓണത്തിന്റെ വെക്കേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇതാണ്. പിന്നെ എനിക്ക് ചെറിയായിട്ട് ഓം ശാന്തി ഓശാനയിലെ പോലെ ചെറുതായി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. മറ്റേ അസ്രിയ അങ്ങനെ അടിക്കണ പോലത്തെ അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ സോങ് വിഷ്ണു വിജയ മറ്റേ നമ്മുടെ പ്രേമലൂല അതേ മ്യൂസിക് ഡയറക്ടർ തന്നെ. അപ്പൊ അതുകൊണ്ട് മറ്റേ പ്രേമലൂല ആ സോങ്ങിന്റെ ഒരു ഇതുപോലെ ബാക്കിയെല്ലാം പുള്ളിയുടെ കംഫോർട്ട് സോൺ. ഏതായാലും നമുക്ക് 21-ാം തീയതി വെയിറ്റ് ചെയ്യാം. 21-ാം തീയതി വെയിറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഷോ ഒന്നും പോകുന്നില്ല. റിവ്യൂ നോക്കിയിട്ട് എന്തായാലും പോകും. ജസ്റ്റ് റിവ്യൂ നോക്കും. ഫസ്റ്റ് എന്നാലും പോവില്ല, എന്തായാലും പോകാണ്ടിരിക്കില്ല, പോകും. ഫസ്റ്റ് എന്തായാലും പോവില്ല. റിവ്യൂ ഒക്കെ നോക്കിയിട്ട് തിരക്കൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ പോയി കാണും. എന്നിട്ട് ഒരു ലെങ്ത് റിവ്യൂ ആയിട്ട് തന്നെ നമുക്ക് വരാം. അപ്പോൾ കാണാത്തവരെ റിവ്യൂ എല്ലാം ട്രെയിലർ എല്ലാം കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.